വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ തീരുമാനമായിരിക്കുകയാണ്. CCF റാങ്കിലുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥനെയാണ് ജില്ലയിൽ നിയമിക്കുക. CCFന് കൂടുതൽ അധികാരം നൽകാൻ കേന്ദ്രത്തെ സമീപിക്കാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജനപ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനമായി. ആദിൽ പാലോട് നൽകും വിവരങ്ങൾ. അതിൽ വയനാട്ടിൽ ഒരു ഗുരുതര സാഹചര്യമുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊക്കെ അധികാരങ്ങളായിരിക്കും ഇദ്ദേഹത്തിന് നൽകുക? അക്കാര്യങ്ങളിൽ ഒരു തീരുമാനമായിട്ടുണ്ടോ? ഉയർന്ന പദവിയിലുള്ളൊരു വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ തന്നെ വയനാട്ടിൽ ഒരു സ്പെഷ്യൽ ഓഫീസറായി നിയമിക്കാനാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയും വനമന്ത്രിയുടെയും നേതൃത്വത്തിൽ വയനാട്ടിലെ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനമായിട്ടുള്ളത്. CCFന് കൂടുതൽ അധികാരങ്ങൾ നൽകണം. അതിൽ പ്രധാനം മയക്കുവെടി വെക്കണമെങ്കിൽ നിലവിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് അധികാരമുള്ളത്. ഈ അധികാരം CCFന് നൽകിക്കൊണ്ട് നിയമപരിഷ്കാരം വേണം എന്ന ആവശ്യം കേരളം നേരത്തെ തന്നെ മുന്നിൽ വെച്ചിട്ടുണ്ട്. കേന്ദ്ര നിയമമാണ്, അത് നിയമം പരിഷ്കരിക്കണം. ഇക്കാര്യം CCFന് കൂടുതൽ അധികാരം നൽകണമെന്ന ആവശ്യം കേന്ദ്രത്തെ നിരന്തരം ആവശ്യപ്പെടുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യണമെന്നൊരു നിർദ്ദേശം കൂടി മുന്നിൽ വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കടുവയും ആനയും ഒക്കെ സ്ഥിരമായി ഇറങ്ങുമ്പോൾ മയക്കുവെടി വയ്ക്കാൻ ഉത്തരവിറങ്ങുന്നത് കാലതാമസം ഉണ്ടാകുന്നുവെന്നും അസാധാരണ കാലതാമസമായി അത് മാറുന്നുവെന്നും ഒക്കെ വിമർശനങ്ങൾ അത് കോൺഗ്രസ് MLA-മാരടക്കം ഇക്കാര്യം മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തി. ഇനി ഉത്തരവിറക്കുമ്പോൾ അങ്ങനെ ഒരു കാലതാമസം ഉണ്ടാവാതെ ശ്രദ്ധിക്കണം എന്ന ആവശ്യം കൂടി യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്, ഒരു ധാരണ കൂടി ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗം ഇക്കാര്യത്തിൽ ചേർന്നിരുന്നു. ചീഫ് സെക്രട്ടറി അടക്കം ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഒരു യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ വലിയ തീരുമാനങ്ങൾ, ഈ RRT സംഘങ്ങളെ നിയോഗിക്കുന്നതടക്കമുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഈ തീരുമാനങ്ങളുടെ വിലയിരുത്തലും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.